വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മോസ്റ്റ് ഫണ്ടേ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കൃഷിയെ പറ്റിയുള്ള വീഡിയോ ആയിട്ടാണ്. അത് പറയുന്നതിന് മുമ്പ് നിങ്ങളോട് ആദ്യമേ സോറി പറയുന്നത്, കാരണം എത്ര നാൾ വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. സ്കൂളിൽ പരീക്ഷയൊക്കെ നടക്കണമുണ്ടായിരുന്നു, ഇതായിട്ടുള്ള വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. നമ്മൾ ഇന്ന് പിന്നെയും നമ്മൾ വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ കൃഷിയെ പറ്റിയുള്ള വീഡിയോ ആയിട്ടാണ്. നിങ്ങൾക്ക് പുറകെ കണ്ടാൽ തന്നെ മനസ്സിലാവും. കുറേ കൃഷി ചെടികളും ചട്ടികൾ, ഗ്രോ ബാഗ്, ചാക്കിനൊക്കെ ആയിട്ടാണ് നമ്മൾ ചെടി ഇരിക്കുന്നത്. നിങ്ങൾക്ക് അതുപോലെ തന്നെ താഴത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടംപോലെ ചെടി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ചെടിയാണ് ഉള്ളത്, അതിൻ്റെ കാരണങ്ങൾ എന്താ, ഇത് വളർത്താനൊരു പ്രത്യേക കാരണമുണ്ട്, അതെന്താണ്, അതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ കൃഷി തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കൊറോണ തുടങ്ങിയപ്പോഴേക്കും ഏപ്രിൽ മെയ് കാലത്താണ് കൊറോണ തുടങ്ങിയത്. അതിന് മുമ്പ് കൊറോണ ഉണ്ടായി. കേരളത്തിൽ ഭയങ്കര ഇതായിട്ട് തുടങ്ങിയത് ഏപ്രിൽ മെയ് മാസത്താണ്. ആ സമയത്ത് നമ്മുടെ ഇവിടെയൊക്കെ ഫുള്ള് അടച്ചിട്ടങ്ങനെയായിരുന്നു, കേരളം ഫുള്ള് അടച്ചിട്ടങ്ങനെയായിരുന്നു. അപ്പോൾ പച്ചക്കറികൾ അങ്ങനെ കടയിൽ പോകാൻ പറ്റുന്നുണ്ടായില്ല, ഫുള്ള് വീട്ടിൽ ബോറടിച്ചിരിക്കണമായിരുന്നു. അപ്പോൾ നമ്മളോർത്ത് വീട്ടിലെന്ത് ചെയ്യും, വെറുതെ ഇരിക്കണേണ്. പിന്നെ വീട്ടിലധികം സ്ഥലമൊന്നുമില്ല പുറത്ത് ചെടിയൊക്കെ നടാൻ. അപ്പോൾ നമ്മളോർത്ത് ഈ സ്ഥലം എത്ര പറഞ്ഞാലും ചെടി നടാൻ, ഇങ്ങനെ ഗ്രോ ബാഗൊക്കെ ഇട്ട് ചെടി നടാൻ എടുത്താലോ എന്ന് ഓർത്ത്. അങ്ങനെയാണ് നമ്മൾ ഈ കൊറോണ വന്നപ്പോഴാണ് നമ്മുടെ കൃഷിയിൽ ഇതിലോട്ട് നമ്മൾ തിരിച്ചു തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കൊറോണയാണ് കുറേ പേര് കൃഷിയിലോട്ടും ഇങ്ങനെ ഇതായിട്ടുള്ള ഇതിലോട്ട് കുറേ പേര് നീങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കൃഷി എന്ന് വെച്ചാൽ പല പല ചെടികളുണ്ട്, ഇഷ്ടംപോലെ ചെടികളുണ്ട്. ഇനി ചെടികൾ വാങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ താഴത്തൊക്കെ കുറേ ചെടി നട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയുള്ളതെന്ന് നേരെ പോവാം. ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഈ ചെടിയാണ്. ഇതിൻ്റെ പേര് കുറ്റിക്കുരുമുളക് എന്നാണ്. ഇതിലധികം ഉണ്ടായിട്ടില്ല. ആദ്യം മുളച്ച് വന്നപ്പോഴേക്കും പിന്നെന്തോ കാരണം കൊണ്ട് ഇത് വാടി പോകുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോഴും പിന്നെയും തിരിച്ച് ഇവിടെയൊക്കെ നമുക്ക് വളർന്നത് കാണാൻ പറ്റും. ഇത് ഒരു ചട്ടിയിലും ഒരു ബക്കറ്റിലും ആയിട്ടാണ് നട്ടക്കണത്. പിന്നെ നമുക്കുള്ളത് ലേഡീസ് ഫിംഗറാണ്. ലേഡീസ് ഫിംഗറാണ് നമ്മൾ കൃഷി തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം നട്ടത്. കാരണം ലേഡീസ് ഫിംഗറിൻ്റെയൊക്കെ ഇത്തിരി പഴയ അതിൻ്റെ വിത്ത് നമ്മുടെ വീട്ടിലുണ്ടായി. അതുകൊണ്ട് നമ്മൾ അതാദ്യം നട്ട് മുളപ്പിക്കാനാണ് തുടങ്ങിയത്. പിന്നെ നമ്മൾ മണ്ണിലാണ് ആദ്യം മുളപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചട്ടിയിലോട്ട് നടണമായിരുന്നു. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഇപ്പോൾ ഇതിൽ പൂവ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അപ്പുറത്തൊരു പൂവ് വിരിഞ്ഞു വന്നിട്ട് ഒരു ചെറിയ ലേഡീസ് ഫിംഗറും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ പറയാനൊരു കാര്യം, ലേഡീസ് ഫിംഗറാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നട്ടക്കണേന്ന്. ലേഡീസ് ഫിംഗർ ഒരാഴ്ചയിൽ നമുക്കൊരു 10-15 എണ്ണം കിട്ടാറുണ്ട്. കാരണം ഇത് നല്ലോണം വളർന്നു വരുന്നുണ്ട്. പിന്നൊരു കാര്യം, ഈ ലേഡീസ് ഫിംഗറിൻ്റെയൊക്കെ വിത്ത് നല്ല ഹൈബ്രിഡ് വിത്തായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ഓരോ ചെടിയിൽ നോക്കിയാലും അതിൽ പൂ ഉണ്ടാകണ കാണാൻ പറ്റും. പിന്നെ ഈ ലേഡീസ് ഫിംഗർ പെട്ടെന്ന് വലുതാകും. ഓരോ ആഴ്ച ഞാൻ പറഞ്ഞ പോലെ ഓരോ ആഴ്ചയിൽ നമുക്കൊരു 10-15 എണ്ണം ഫുള്ള് ചെടികളിൽ നിന്ന് കിട്ടാറുണ്ട്. നമ്മൾ കൂടുതൽ ലേഡീസ് ഫിംഗറും ചട്ടികളാണ് നട്ടക്കുന്നത്. പിന്നെ ബാക്കി വന്നപ്പോഴേക്കും നമ്മൾ ചാക്കിലോട്ടും ഗ്രോ ബാഗിലോട്ടാണ് നടാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അടുത്തത് തക്കാളിയാണ്. തക്കാളി നമ്മൾ ഈ ഗ്രോ ബാഗൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് തക്കാളി നട്ടാലെന്ന് ഓർത്തത്. തക്കാളിയുടെ വിത്തൊക്കെ അധികം കിട്ടുന്നുണ്ടായില്ല. പിന്നെ തൈ വാങ്ങിയാണ് നമ്മൾ തക്കാളി നട്ടത്. പിന്നെ തക്കാളി നമ്മൾ ആദ്യം ഗ്രോ ബാഗിൽ മുളപ്പിക്കും. പിന്നെ അത് വലുതാകുമ്പോഴേക്കും ബക്കറ്റിലോട്ടും ഡ്രമ്മിലോട്ടൊക്കെയാണ് മാറ്റുന്നത്. ഇതാണ് നമുക്ക് ആദ്യമായിട്ട് ഉണ്ടാകുന്ന തക്കാളി. ഇത് പഴുത്ത് കഴിയുമ്പോഴാണ് പറിക്കാൻ പറ്റുള്ളത്. ഇപ്പോൾ പച്ചയായിട്ട് തന്നെ ഇരിക്കണം. ഇത് ഒരാഴ്ചയും കൂടി കഴിയുമ്പോഴേക്കും പഴുക്കുമെന്നാണ് തോന്നുന്നത്. തക്കാളി നല്ലോണം ഉണ്ടാകുന്നുണ്ട്. അവിടെ 2 എണ്ണം ഉണ്ടായിട്ടുണ്ട്. ഇവിടെയും 2 എണ്ണമായിട്ട് ഉണ്ടായി വന്നിട്ടുണ്ട്. തക്കാളി നല്ലോണം വലുതാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊരു പൈപ്പിൽ കെട്ടി വെച്ചിട്ടാണ് അതിന് ബലം കൊടുക്കുന്നത്. പിന്നെ ഇത് പൈപ്പിൽ ഇങ്ങനെ ബലം വെച്ച് കൊടുക്കാൻ കാരണം വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇത് നമ്മൾ വീടിൻ്റെ മുകളിൽ വളർത്തുന്നുണ്ട്. കാറ്റൊക്കെ നല്ലോണം അടിക്കും. ഇവിടേക്ക് ഇത് മറിഞ്ഞു പോയാൽ പിന്നെ അത് ഉണ്ടാകില്ല. അതിൻ്റെ സ്റ്റെമ്പ് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് ഒടിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളൊരു വലിയ കമ്പിയിലാണ് കെട്ടിക്കൊടുക്കുന്നത്. കാരണം വലുതായി വരുമ്പോഴേക്കും നമുക്ക് ആ കമ്പിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് കെട്ടിക്കൊടുക്കാം. പിന്നെ നമ്മൾ ഈ തക്കാളിയൊക്കെ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നടുമ്പോൾ തന്നെ നമ്മൾ അതിന് കൂടുതൽ വളം ഇട്ട് കൊടുക്കരുത്. കാരണം അത് വാടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്, ഇങ്ങനെ ആദ്യം ഒരു ചെടി നട്ടപ്പോഴേക്കും അതിന് വളം ഇട്ട് കൊടുത്തപ്പോൾ തന്നെ വാടിപ്പോയത്, വളർന്ന് വന്നില്ല. അതിൻ്റെ ഇലയൊക്കെ താഴ്ന്ന് വാടിപ്പോയി. പിന്നെ അത് എത്ര വന്നാലും ഉണ്ടാകില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ നമുക്ക് കയ്യിലൊക്കെ കുറേ പൂവൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ദിവസവും പൂവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അടുത്തത് പരിചയപ്പെടുത്തുന്നത് വഴുതനങ്ങയാണ്. വഴുതനങ്ങ നമ്മൾ നട്ടിട്ട് ഒരു മാസമൊക്കെ ആയിട്ടുള്ളു. ഇതിലൊന്നും ഉണ്ടാകണില്ല, വളർന്നോളൊന്നും തന്നെയാണ്. ഇത് കൂടുതൽ വളരണം എന്നാണ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴേക്കും അവർ പറയണത്. അപ്പോൾ നമ്മളിനിയും വളർന്ന് ഇത് വലുതാകാനാണ് കാത്തിരിക്കുന്നത്. വഴുതനങ്ങ നമ്മൾ പല സ്റ്റേജായിട്ടാണ് നട്ടത്. ഒരെണ്ണം 1 മാസം മുമ്പ്, പിന്നെ 2 മാസം മുമ്പ്, അങ്ങനെ പല ഇതിലാണ് നട്ടത്. അപ്പോൾ ചിലതൊക്കെ നല്ലോണം വലുതായിട്ടുണ്ട്. വഴുതനങ്ങ നല്ലോണം വലുതായി എന്ന് വെച്ചാൽ ഇത് കണ്ട, ഇവിടെയൊക്കെ നമുക്കിനി ഇത് കോല് വെച്ച് പടർത്തി കൊടുക്കാനുള്ളതാണ്. നമ്മൾ കോല് വെച്ച് പടർത്തി കൊടുത്തിട്ടില്ല, നമുക്കിത് പടർത്തി കൊടുക്കണം. പിന്നെ അടുത്ത് നമുക്കുള്ളത് കപ്പങ്ങയാണ്. പപ്പായ എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടും. നമ്മൾ നട്ടുന്നത് ഡ്രമ്മിലാണ്. ഈ ഡ്രമ്മിൽ നടാൻ കാരണം ഇത് നമ്മൾ കൂടുതൽ ആൾക്കാരും തറയിലൊക്കെയാണ്, മണ്ണിലൊക്കെയാണ് നടണത്.
നമുക്കിവിടെ അധികം സ്ഥലമില്ലാത്തതുകൊണ്ടാണ് നമ്മളിത് ഡ്രമ്മിൽ നടന്നത്. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ചൊരക്ക എന്നാണ്. കൂടുതൽ ആൾക്കാരും കേട്ടിട്ടുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കേട്ടുകൊണ്ട് എനിക്കിതിനെപ്പറ്റി അധികം അറിഞ്ഞുകൂടാ. ചൊരക്കയിൽ കുറേ പൂവൊക്കെ ഉണ്ടായി, പക്ഷേ എല്ലാം വാടി പോകുന്നതാണ്. പൂവ് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ പൂവിലൊന്നും ഇത് വന്നില്ല, ചൊരക്ക ഉണ്ടാകണില്ല. ഇതൊരു പടർത്തി കൊടുക്കേണ്ടതാണ്. നമ്മൾ ഇവിടെ മുകളിൽ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ട്, കാരണം മഴ ഭയങ്കരമായിട്ട് പെയ്യുമ്പോഴേക്കും ഈ ചെടികളൊക്കെ നനഞ്ഞതായി പോകും. അതങ്ങനെ ചീത്തയാകാതിരിക്കാനാണ് നമ്മൾ മുകളിൽ ഷീറ്റ് ഇട്ടെടുത്തത്. ചൊരക്ക ഇപ്പം തന്നെ മുകളിലോട്ട് എത്താറായിട്ടുണ്ട്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ചെടിയാണ് മുളക്. നമ്മുടെ എല്ലാ ഫുഡിനും ആവശ്യമായിട്ടുള്ള ഒരു ഇതാണ് മുളക്. അപ്പോൾ മുളക് നമ്മൾ ആദ്യം മണ്ണിൽ വെച്ച് മുളപ്പിക്കും. അത് കഴിഞ്ഞിട്ട് വലുതായി വരുമ്പോഴേക്ക് നമ്മൾ ഗ്രോ ബാഗിലോട്ട് എടുത്ത് മാറ്റും. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം വെറുതെ മുളകിൻ്റെ ഒരു സീഡ് കിട്ടിയപ്പോൾ നട്ടു നോക്കിയതാണ്. അത് അത്രയും പെട്ടെന്ന് തന്നെ വലുതായി വന്നു. നമ്മൾ മുളക് പല പല ഗ്രോ ബാഗിൽ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ മുളകും അങ്ങനെ മുളപ്പിക്കുന്നുണ്ട്, കാരണം മുളക് ഇപ്പോൾ കിട്ടാൻ കുറവാണ്. അതുകൊണ്ട് നമ്മൾ മുളക് തന്നെ കുറേ വളർത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആവശ്യം വെറുതെ ചട്ടിയിലെടുത്ത് നട്ട് നോക്കിയപ്പോഴേക്കും അതിൽ മുളച്ചാണ്. ഞാൻ ഓർത്ത് ഇത് വളർന്നു വന്നപ്പോഴേക്കും പെട്ടെന്ന് വളർന്നു വന്നു. ഞാൻ ഓർത്ത് ഇനിയും വളർന്നിട്ട് വാടിപ്പോകുന്നു ഓർത്തു. പക്ഷെ അങ്ങനെയല്ല, ഇത് നല്ലോണം 2 മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറെ അതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതുണ്ട്. അപ്പോൾ ഈ മുളകിൽ ഇപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ 2 മുളക് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇത് പറിക്കാറായിട്ടില്ല, കാരണം ഇത്രയും കൂടി വലുതായാലാണ് ഇത് പറിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ചെടി എന്ന് വെച്ചാൽ പർപ്പിൾ പെപ്പർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇതിങ്ങനെ കാണുന്നില്ല, ഇത് റെയറായിട്ടാണെന്നാണ് കാണിക്കുന്നത്. ഇതിൽ 2 പ്രാവശ്യം ഉണ്ടായി, പക്ഷെ അത് എന്തോ കാരണം കൊണ്ട് വാടിപ്പോയി. പിന്നെ ഞാൻ ലാസ്റ്റായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചീരയാണ്. നമുക്കെല്ലാവർക്കും അറിയണ പോലെ ചീരയുടെ സീഡ് എന്ന് വെച്ചാൽ അത്രയും ചെറിയ സീഡാണ്. സിമ്പിളായിട്ട് ഇങ്ങനെ മണ്ണിലിട്ടാൽ വളർന്നു വരും. പക്ഷെ അതുപോലെ തന്നെ ശ്രദ്ധിക്കണം, കാരണം ഭയങ്കര ഇതായിട്ട് കാറ്റൊക്കെ അടിച്ചാൽ ഇത് പെട്ടെന്ന് മറിഞ്ഞ് വാടിപ്പോവും. പിന്നെ വെള്ളം കൂടിപ്പോയാൽ ചീഞ്ഞു പോകാൻ അങ്ങനെയൊക്കെ സാധ്യതയുണ്ട്. പിന്നെ ചീര നമ്മളിപ്പോൾ ഇത് 2ാമത് പകുതി മുറിച്ച് നല്ലോണം വളർന്നപ്പോഴേക്കും മുറിച്ചെടുത്തിട്ട് അതിൻ്റെ റൂട്ടൊക്കെ അവിടെ തന്നെ ഇരിക്കുമ്പോഴേക്കും അതിൽ നിന്ന് തന്നെ പിന്നെയും മുളച്ചു വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ 2 ചാക്കായിട്ടാണ് നട്ടക്കുന്നത്. പിന്നെ ഗ്രോ ബാഗിൽ ഇത് നട്ടപ്പോഴേക്കും അത് മുളച്ചും വന്നിട്ടുണ്ട്. നമ്മുടെ ഈ കൃഷി എന്ന് വെച്ചാൽ ഇത്തരം ചെടികളിൽ ഇനിയും കൂടുതൽ ചെടികൾ വാങ്ങണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതിൻ്റെ അങ്ങനെയൊക്കെയാണ് ഞാൻ എത്ര പറഞ്ഞാലും വീഡിയോ ഇടുന്നതാണ്, എന്തൊക്കെ വളർന്നു തന്നെയാണ് ഇതൊക്കെ. പിന്നെ നമ്മൾ ഈ കൃഷിയുടെ ഒപ്പം തന്നെ എനിക്ക് പൂക്കൾ വളർത്താൻ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നമ്മൾ പൂക്കൾ ഇത്തിരിയൊക്കെ വളർത്തിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എനിക്ക് കാണിച്ചു തരാം. ഇത് നമ്മൾ മുളപ്പിച്ചെടുത്തത് ഇങ്ങനെ നഴ്സറിയിൽ പോയി വാങ്ങിയതാണ്. നല്ലോണം മുളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലൊക്കെ പൂവുണ്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിലോട്ട് നടാനുള്ളതാണ്. എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഇതാണ് ടേബിൾ റോസ്. നമ്മൾ ചട്ടിയൊക്കെ വാങ്ങി പൈസ ഉള്ളതിനേക്കാൾ നല്ലത് പഴയ പെയിൻറ്റ് പാട്ടൊക്കെ ഉണ്ടെങ്കിൽ നട്ട് അതിലൊരു പെയിൻ്റൊക്കെ അടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ കുറേ ടേബിൾ റോസ് നട്ടിട്ടുണ്ട്, അതിലൊക്കെ ഉണ്ടാകണമുണ്ട്. പിന്നെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഒരു ചട്ടി വാങ്ങിയതാണ്, തൂക്കിടുന്ന ചട്ടി. നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ വീട്ടിലൊക്കെ തൂക്കിയിട്ട് നല്ല ഭംഗിയുള്ളതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. നമ്മളിപ്പോൾ ഈ ചെടിയുടെ തൂക്കിടണ ചെടിച്ചട്ടി അല്ല ഇത്. ഒരു ചെടിച്ചട്ടി ഉണ്ടപ്പോഴേക്കും അതിൽ ചെടി നട്ടു. അപ്പോൾ അതിൽ പൂവൊക്കെ ഉണ്ടാകുന്നുണ്ടപ്പോൾ നല്ല രസമുണ്ടായി. നമ്മൾ ആ കോല് വാങ്ങിയിട്ട് അത് തൂക്കിയിട്ടതാണ്. പിന്നൊരു കാര്യം പറയാൻ പറഞ്ഞാൽ നമ്മുടെ ഇതിലുള്ളതാണ് പുതിനയിലയും മല്ലിയിലയും. അത് പിടിച്ച് വന്നെയുള്ളത് നമ്മൾ നട്ടത്. അപ്പോൾ അതും കൂടി ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മളെ കൃഷിനെ പറ്റിയുള്ള വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എത്ര ഞാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മാക്സിമം കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്ര പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ അതിന് നേരത്തെ പറഞ്ഞ പോലെ എത്ര പറഞ്ഞാലും സോറി, കാരണം വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. നമ്മൾ ഡിസംബർ മാസം കുറേ പരിപാടിയുണ്ട്. നമുക്ക് ക്രിസ്മസ് ഉണ്ട്, അതിൽ കുറേ ഡെക്കറേഷൻ ഉണ്ട്. അതിനെ പറ്റിയൊക്കെ വീഡിയോ നമ്മൾ ഇടുന്നതാണ്. നമുക്ക് എത്ര പറഞ്ഞാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് സൺഡേ ആയിരിക്കും നമ്മൾ മിക്കവാറും വീഡിയോ ഇടുന്നത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഇമാൽ ജാക്സൺ. താങ്ക് യു.